കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റ്, നിയുക്ത ദേവസ്വം പ്രസിഡന്റാണ്. അദ്ദേഹം ചുമതലയേറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ പ്രസിഡന്റായൊക്കെ പിന്നെ നിയമിച്ചു കൊണ്ടുള്ള ഉത്തരവൊക്കെ വന്നു. പക്ഷെ ഇന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു പിന്നെ അഭിമുഖം കൊടുത്തതിൽ ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നതാണ് പ്രധാനം. വിശ്വാസം കുറച്ച് നഷ്ടമായി, ദേവസ്വത്തിലുള്ള വിശ്വാസവും വീണ്ടെടുക്കണം, രാഷ്ട്രീയമല്ല ദുരയാണ് പ്രശ്നം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ ദുര എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല. മാഷ് അതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ ദുര എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ ഈ പൊതുവിൽ ഈ ദുര കൂടുതൽ CPM-കാർക്കാണ്, ദേവസ്വത്തിനാണ്, ദേവസ്വം ജീവനക്കാർക്കാണ്. അപ്പം ഈ ദുര എന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് കൊണ്ട് ഇനി ഇദ്ദേഹത്തെ വലിച്ച് താഴെയിടാൻ സാധ്യതയുണ്ട് ഈ ദുരയിൽ പിടിച്ചുകൊണ്ട്. അല്ല, ഞാനിതിനെ ഒന്ന് വിലയിരുത്തിയ സമയത്ത് CPM എടുത്ത വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിശ്ചയിച്ച് അല്ലെങ്കിൽ നിയമിച്ച്. എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ഏറ്റവും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് ജയകുമാർ. ജയകുമാർ വിശ്വാസിയാണ്, ഗാനരചയിതാവാണ്, സാഹിത്യകാരനാണ്, മുൻ ചീഫ് സെക്രട്ടറിയാണ്. എന്നുവെച്ചാൽ ഒരേ സമയത്ത് അദ്ദേഹം ഭരണത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള മേഖലകളെല്ലാം വിഹരിച്ചൊരു വ്യക്തിയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മുഖങ്ങളുള്ള ഈ വ്യക്തി അദ്ദേഹത്തെ എളുപ്പത്തിൽ വിശ്വാസ ലോകം സ്വീകരിക്കും എന്ന് CPM-ന് ഉറപ്പായത്. നോക്കൂ, ജയകുമാറിന് പകരം സമ്പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവര എന്ന് പറയുന്ന CPM-ൻ്റെ രണ്ട് പ്രമുഖരായിട്ടുള്ള ആൾ മനസ്സിലായാലും അവർ രണ്ടുപേരും കൊണ്ടുവരികയാണ്. അവർ രണ്ടുപേരും കൊണ്ടുവന്നാൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? ശബരിമലയിൽ ഇപ്പം നിൽക്കുന്നതായ വിഷയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തെ വീണ്ടെടുക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം സമ്പത്തൊക്കെ എന്ന് പറയുന്നത് CPM-നെ തന്നെ ഊറ്റി ജീവിക്കുന്ന ഒരാളാണ്. CPM കൊണ്ട് എപ്പോഴും അധികാരവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾ. എത്രയോ കാലമായി അയാൾ ഡൽഹിയിലൊക്കെ MP ആയി പോയതിന് ശേഷം പിന്നീട് ഡൽഹിയിൽ കേരളത്തിൻ്റെ അംബാസഡറായിട്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് വേറെ ദുരമൂർത്ത ഒരാൾ പ്രൊഫസർ KV തോമസ് അവിടെ ഇപ്പോൾ അംബാസഡറായിട്ട് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതല്ലേ തിരുതാ മീനി ആ തിരുതത്തോമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇവരൊക്കെ എന്നോട് തന്നെ ചോദിച്ചാൽ എന്താണ് ദുര എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും, പ്രൊഫസർ KV തോമസ്. അതാണ് എൻ്റെ ഉത്തരം. അപ്പം ഇങ്ങനെ ആർത്തി പൂണ്ട് കിടക്കുന്ന അധികാരത്തിനോടും അതേപോലെ പണത്തിനോടും ആർത്തി കൊണ്ട് നടക്കുന്ന ഇത്തരം മനുഷ്യരാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവനും നശിപ്പിക്കുന്നത്. അത് മാറ്റുക. അത് മാറ്റിയാൽ പകുതി പ്രശ്നം തീരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമല്ല, കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ CPM-ൻ്റെ രാഷ്ട്രീയമല്ല പ്രശ്നം. കോൺഗ്രസിലും BJP-യിലും CPM-യിലൊക്കെ ഉള്ള ആളുകളുടെ ദുരയാണ് പ്രശ്നം. പണം അടിച്ചെടുക്കാനായിട്ടുള്ള അവർ പലരും നടക്കും. എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, എന്തിനാണ് പ്രൊഫസർ KV തോമസിനെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കേന്ദ്രമന്ത്രിയും അതേപോലെ തന്നെ മറ്റു ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ച ആ KV തോമസിനെ ഈ CPM എന്തിനാണ് അവസാനകാലത്ത് അവരുടെ അംബാസഡറാക്കിയെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവാറില്ല. എനിക്ക് മാത്രമല്ല പലർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് തോന്നുക, ഈ മൂത്ത് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുരമൂർത്തികൾ അത് ദേവസ്വത്തിലുണ്ട്. അത് ദേവസ്വത്തിൽ നിറച്ച് അത് മാത്രമാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? വലിയ ദേവസ്വം ഓഫീസർ മുതൽ താഴേക്കുള്ള ആളുകൾ വരെ ഇത് മൂത്ത ആളുകളാണ്. അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആളുകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന അങ്ങനെയാണ്. അതൊരു ഫാക്ടറിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ദേവസ്വത്തിൽ ഇത്തരത്തിൽ ആളുകളെ നിർമ്മിക്കുന്നത് ഒരു പ്രക്രിയയാണ്. ഭരണം മാറുന്നു എന്ന് വിചാരിക്കുക. ഭരണം മാറിയാൽ ഇവർക്ക് മാറ്റമില്ല, ഇവരുടെ ദുരക്ക് മാറ്റമില്ല, ആർത്തിക്ക് മാറ്റമില്ല.
അവർ അയ്യപ്പനെ സാക്ഷി നിർത്തി എല്ലാവരും അടിച്ചെടുക്കും. അതിലെത്രത്തോളം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണപ്പാളി കൊള്ള, ഇതിനേക്കാൾ വലിയ കൊള്ള എങ്ങനെ നടത്താൻ പറ്റും? കൊള്ള മാത്രമാണിത്. ഇതൊരു ആചാര ലംഘനമല്ലേ ശരിക്കും പറഞ്ഞു. എന്നിട്ട് എന്താണ് ഇതിനെതിരെ നേരത്തെ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സമൂഹം പ്രതികരിക്കാതിരിക്കുകയും ആചാരലംഘനം എന്ന നിലക്കുള്ള ഒരു പ്രചരണം ഈ കാര്യത്തിനകത്തില്ല. അത് അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി കെട്ടതല്ലേ, കളവ് മാത്രമല്ല, ഇത് ആചാരലംഘനമാണ്. അതിൻ്റെ ഫലമായിട്ട് വിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ആ തകർന്നു പോയ വിശ്വാസത്തെ വീണ്ടെടുക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ് ജയകുമാർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഞാൻ കണക്കാക്കേണ്ട. വിശ്വാസമുണ്ടെങ്കിലേ ശബരിമലയുള്ളൂ. ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരികയാണ്. അതുകൊണ്ട് അവിടുത്തെ വിശ്വാസം ഒരു കാരണവശാലും ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അതങ്ങനെ ആക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു തിരുത്തലുണ്ടാകുമോ, തിരുത്തൽ എങ്ങനെ ആയിരിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പരിശോധനകളൊക്കെ തീർത്ഥാടനത്തിന് ശേഷം ഇപ്പോഴത്തെ ദേവസ്വം എങ്ങനെയാണോ തീർത്ഥാടനങ്ങൾ ക്രമീകരിച്ചിരുന്നത് അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ, അതെല്ലാം ശേഷം പരിശോധിക്കാം. പക്ഷേ പരിശോധനകൾ എന്ന് പറയുമ്പോൾ പുതിയ ദേവസ്വം ബോർഡ് മെമ്പറായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അതേ സ്ഥാനമേൽക്കുമ്പോൾ പരിശോധനകളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും, പഴയ കാര്യം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത്. പക്ഷെ അത് ഏത് ലെവൽ വരെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അല്ല, പരിശോധനകൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ സത്യത്തിൽ ഇപ്പോഴില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മണ്ഡലകാലമാണ് എൻ്റെ മുന്നിലുള്ളത്. മണ്ഡലകാലത്ത് വരുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി. പക്ഷേ ഈ മണ്ഡലകാലത്ത് തീർത്ഥാടകർ വരുമ്പോൾ അയ്യപ്പൻ വേണ്ടേ? അതെ, അയ്യപ്പൻ്റെ വിശ്വാസം വീണ്ടെടുക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞല്ല. ആ വിശ്വാസം വീണ്ടെടുത്തിട്ട് വേണമല്ലോ ഇക്കാര്യം. അയ്യപ്പനെ മോഷ്ടിച്ചെന്നാരും പറഞ്ഞിട്ടില്ല, ഇവരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ കണ്ടില്ലല്ലോ. പക്ഷേ കാണാൻ സമ്മതിക്കൂലല്ലോ. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ തന്നെ പൊക്കോ ഒന്ന് ഓട്ടിച്ച് വിടല്ലേ. അതാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ സൗഭാഗ്യതാണ്. നമ്മളെന്തെങ്കിലും കുറച്ച് കാര്യമായിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി നേരം നിർത്തി അവർ പിടിച്ചു നിർത്തി കാണിക്കും, എന്നിട്ട് പിടിച്ചു മാറ്റും. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചടങ്ങ് എന്ന് പറയും. അപ്പോൾ അത്രയും ഗോപ്യമായിട്ടുള്ള രീതിയിൽ, നിഗൂഢമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിന് കാരണം അത്ര തിരക്കാണ്. എന്താണ് നിങ്ങളിങ്ങനെ ഒന്ന് പിടിച്ച് കാണിച്ച് എടുത്തു മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക്. അതിനിടയിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? പണ്ട് നമ്മളങ്ങനെ വിചാരിക്കും പക്ഷേ തിരക്കാണെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അയ്യപ്പനെയും കടത്തി കാണും, വെച്ചോണ്ടിരിക്കുന്ന വല്ല ഡ്യൂപ്ലിക്കേറ്റും ആയിരിക്കും, അതുകൊണ്ട് കാണിക്കാതിരിക്കുന്നതാണോ എന്നും പലർക്കും അതൊരു സംശയമുണ്ട്. അത് ശരിയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെ മുന്നോട്ട് വെച്ച ചിന്തകൾ എന്ന് പറയുന്നത് പലരും, പ്രത്യേകിച്ച് അല്പം കലാപബോധമുള്ള മനസ്സുള്ള ആളുകൾ അങ്ങനെ ചോദിക്കും അല്ലേ. അവർ ചോദിക്കുന്ന കാര്യം ഇതാണ്, സ്വർണ്ണപ്പാളി മാത്രമാണോ മോഷ്ടിച്ചത്, അയ്യപ്പനെ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ശബരിമലയുടെ വിശ്വാസമാണ് തകർന്നത് എന്നാണ്. വിശ്വാസം തകരുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസി അങ്ങനെ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജയകുമാർ പറയുന്നത് ആദ്യത്തെ അജണ്ട വിശ്വാസത്തെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. ശബരിമലയ്ക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള വിശ്വാസത്തെ തിരിച്ചുകൊണ്ടുവരും. ശബരിമല മുൻകാലങ്ങളെക്കാൾ കൂടുതലായിട്ട് പ്രഭചരിയുന്ന ഒരു വിശ്വാസ കേന്ദ്രമാക്കി മാറ്റും. അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. രണ്ടാമത്, ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന വിഷയം എന്ന് പറയുന്നത് മണ്ഡലകാലം എങ്ങനെ തീർത്ഥാടകർക്ക് ആശ്വാസകരവും ആഹ്ലാദകരവുമായിട്ട് മാറ്റി തീർക്കും. ആളുകൾ മല കയറാൻ വരുന്നത് അവരുടെ പലതരത്തിലുള്ളതായിട്ടുള്ള പരിദേവനങ്ങൾ മലയിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവിടെ കൊണ്ടുപോയി ചൊരിയാനാണ്. അയ്യപ്പ ഇത് അങ്ങ് വഹിച്ചോളൂ, എന്നെ ആശ്വസിപ്പിക്കൂ എന്നുള്ളതാണ് ഏതു സമയത്തും അല്ലേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് അറിവില്ല പൈതങ്ങളെ കാത്തുരക്ഷിക്കണം പൊന്നുസ്വാമിയെ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഇത് കൊണ്ടുപോയി അവിടെ സമർപ്പിച്ച് ആശ്വാസത്തിലാണ് മലയിറങ്ങിപ്പോരുന്നത്. ഇത് തടസ്സം കൂടാതെയും കുഴപ്പമില്ലാതെയും നടക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക, ഭൗതിക സൗകര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ചുമതല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭൗതിക എന്ന കാര്യങ്ങൾ സൗകര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനൊപ്പം എന്തുവരും, അയ്യപ്പൻ്റെ ചൈതന്യവും തിരിച്ചു വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹം ഒരു വിശ്വാസിയാണ്.
ഇതെല്ലാം അയ്യപ്പൻ തന്നെ ചെയ്യിക്കുന്നു എന്ന് പോലും അദ്ദേഹം കരുതുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു നിയോഗമായി ഞാൻ ഏറ്റെടുക്കും. ഇതൊരു വെല്ലുവിളിയാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത് അയ്യപ്പൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യമാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള വിശ്വാസിക്ക് അങ്ങനെ കരുതാം, അങ്ങനെ പ്രവർത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് മറ്റുള്ളവരോട് പറയാം. നമ്മളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.